Hi dears, welcome to MS Solution. ഇനി എന്തിന് വേറെ സൊല്യൂഷൻ. മക്കളെ, ഒന്നാം ചാപ്റ്റർ രണ്ടാം ചാപ്റ്ററിലെയും ഒരു മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആദ്യത്തെ ചാപ്റ്റർ ടു ലൈഫ് പ്രോസസ്, ജീവൽ പ്രക്രിയകളിൽ ഈ ചാപ്റ്ററിലെ ആദ്യത്തെ ചോദ്യമാണ് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ലിപ്പിഡ്, ന്യൂക്ലിക് ആസിഡ് ആർ കോമൺലി നോൺ ആസ്. അതായത് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ലിപ്പിഡ്, ന്യൂക്ലിക് ആസിഡ് എന്നിവയെ പൊതുവായി വിളിക്കുന്ന പേരെന്ത്? എന്താടാ? ബയോമോളിക്യൂൾ അല്ലേ? അല്ലേ? ബയോമോളിക്യൂൾ. ന്യൂട്ടൺ ലിപ്സ്റ്റിക് എടുത്തു കാറിൽ പോയി, നമ്മൾ പറഞ്ഞ ഓർമ്മ ന്യൂട്ടൺ. ന്യൂക്ലിക് ആസിഡ്, ലിപ്സ്റ്റിക്, ലിപ്പിഡ്, കാറ്, കാർബോഹൈഡ്രേറ്റ്, പോയി പ്രോട്ടീൻ, നമ്മൾ പറഞ്ഞ ഓർമ്മല്ലേ? ഓക്കെ, അടുത്തതാണ് വിച്ച് കെമിക്കൽ മോളിക്യൂൾസ് ആർ റെഗുലേറ്റ് ആൻഡ് കോർഡിനേറ്റ് ബയോളജിക്കൽ പ്രോസസ്. ജീവൽ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന തന്മാത്രകൾ ഏതാടാ? ഏതാ? ഹോർമോൺസ് അല്ലേ? ഹോർമോൺസ് അല്ലേ? അല്ലേ? നമ്മൾ പറഞ്ഞ ഓർമ്മല്ലേ? ഹോർമോൺസ് എൻസൈംസിന്റെ ഭാഗത്ത് നമ്മൾ ആ ഷോർട്ട് വീഡിയോയിലൊക്കെ പറഞ്ഞ ഓർമ്മല്ലേ? അപ്പോൾ നോക്കുക. അടുത്തതാണ് ഫൈൻഡ് ഔട്ട് ഓഡ് വൺ. ഇതിൽ ഏതാണ് ഓഡ് വൺ? അതിന്റെ മറ്റൊന്ന് റീസൺ ഏതാണ് പറഞ്ഞത്? ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, സെല്ലുലോസ്, ഓയിൽസ്. അതായത് ഒറ്റപ്പെട്ടത് ഏതാ നോക്കുക. ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, സെല്ലുലോസ്, എണ്ണകൾ. ഇത് ഏതാ ഒറ്റപ്പെട്ടത്? ഓയിൽ അല്ലേ? ബാക്കിയൊക്കെ എന്താണ്? കാർബോഹൈഡ്രേറ്റിന്റെ എക്സാമ്പിൾ അല്ലേ? ബാക്കിയൊക്കെ എന്താണ്? കാർബോഹൈഡ്രേറ്റ് പെട്ടതല്ലേ? നോക്കിക്കോ, ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, സെല്ലുലോസ് ഒക്കെ കാർബോഹൈഡ്രേറ്റിന് എക്സാമ്പിൾ, ഓരോ ഡിഫറെൻറ്റ് ഫോമുകൾക്ക് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞല്ലേ? അപ്പോൾ അത് നോക്കുക. ഓക്കെ, അപ്പോൾ എണ്ണകളാണ്, അതിൽ ഓയിലാണ്, അതിലെന്തിന് ഓട് വണ്ണ്. അതിൻ്റെ റീസൺ എഴുതണം കേട്ടോ. റീസൺ എഴുതാൻ ചില ആൾക്കാർ മറക്കും, റീസൺ എഴുതാൻ മറക്കരുത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഒരു ഇലയിലെ പ്രകാശ സംശ്ലേഷണം നടക്കുന്ന സ്ഥലം ഏത്? വാട്ട് ഈസ് ദ സൈറ്റ് ഓഫ് ഫോട്ടോസിന്തസിസ് ഇൻ ലീഫ്? എവിടെടാ? ക്ലോറോഫിൽ. എവിടെ വെച്ചിട്ടാ? ക്ലോറോഫിൽ, ഹരിതകം അല്ലേ? ഹരിതകണം അല്ലേ? അത് എവിടെ വെച്ചിട്ടാണ്? ക്ലോറോപ്ലാസ്റ്റിലല്ലേ ക്ലോറോഫിൽ കാണപ്പെടുക. അപ്പോൾ നോക്കിക്കോ, എവിടെ വെച്ചിട്ടാണ്? ക്ലോറോഫില്ലാണ് കാണപ്പെടുക. ഓക്കെ, ഇനി അടുത്ത ഭാഗമാണ് വിച്ച് മോളിക്യുലർ ആർ പാസ് ഇൻ ദി പ്ലാസ്മ മെംബ്രെയിൻ. അതായത് പ്ലാസ്മ സ്ഥലത്തിലൂടെ കടന്നു പോകുന്ന തന്മാത്ര ഏതൊക്കെ? ഒരു 2-3 തന്മാത്രകളുണ്ടല്ലോ. അതിലൊന്നല്ലേ വാട്ടർ, ജലം, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ? ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്കെ, സെറ്റല്ലേ? അത് നോക്കി വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. വിച്ച് ഈസ് ദ പ്രോസസ് ദാറ്റ് കമ്പൈനിങ് ഓഫ് മോളിക്യൂൾസ്. അതായത് തന്മാത്രകളെ കൂട്ടിച്ചേർക്കുന്ന രാസപ്രവർത്തനം ഏതാടാ? ഒരുപാട് ചെറിയ സാധനങ്ങളെ കമ്പൈൻ ചെയ്യുന്നത് ഏതാ? അനബോളിസ് ആണോ കാറ്റബോളിസ് ആണോ? അനബോളിസം. എന്താണ് അനബോളിസം? ഇതൊക്കെ ഒരു മാർക്കിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആട്ടോ. അടുത്തത് ഡൈജഷൻ ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് ന്യൂട്രിയൻസ്. ദഹനവും പോഷക സംവഹനവും നിന്ന് ഒരു മാർക്കിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസാ. ആദ്യം, മനുഷ്യത്തിലെ ഏറ്റവും കാഠിന്യമേറിയ പദാർത്ഥം ഏത്? മനുഷ്യത്തിലെ ഏറ്റവും കാഠിന്യമേറിയത് ഏതാ? ഇനാമൽ അല്ലേ? ആ ഇനാമൽ കഴിഞ്ഞിട്ട് ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. ഒബ്സർവ് ദ വേർഡ് ആൻഡ് പാരേറ്റ് ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ്. ഓക്കെ, പദജോടി ബന്ധം കണ്ടെത്തി പൂർത്തീകരിക്കാനാണ് പറഞ്ഞത്. കാരണം എന്തുണ്ടാക്കും? ബൈല് പിത്തരസം ഉണ്ടാക്കും. സ്മോൾ ഇൻഡസ്ട്രിയൽ ജ്യൂസ് അല്ലേ? നമുക്ക് എഴുതാൻ പറ്റും. അടുത്ത് കാർബോഹൈഡ്രേറ്റ് ഗിവ് എനർജി. പ്രോട്ടീൻ എന്താ? അതൊക്കെ നോക്കി നോക്കുക. ഫസ്റ്റ് സ്മോൾ ഇൻഡസ്ട്രിയൽ ജ്യൂസ്. പ്രോട്ടീന് ഹെൽപ്സ് ഗ്രോത്ത്, അതായത് നമ്മളെ വളർച്ചയ്ക്ക് കേട്ടോ. ചെറുകുടൽ എന്താണ്? ആന്ത്രരസം. ഇൻഡസ്ട്രിയൽ ജ്യൂസ് അതിന് കേട്ടോ മലയാളത്തിൽ. അടുത്ത് മാംസ്യം എന്താ ഉണ്ടാവുക? ശരീരകലകളുടെ നിർമ്മാണത്തിന് സഹായിക്കുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ. ഇതിലേതാണ് ഓട് വണ്ണ് എഴുതാനാ? സലൈവ, ഉമിനീര്, ബൈല്, പിത്തരസം, ഡൈജസ്റ്റീവ് ജ്യൂസ്, ദഹനരസം, പാങ്ക്രിയാറ്റിക് ജ്യൂസ്. ഇതിലേതേക്കാരം ഓട് വണ്ണ്? ഇതിൽ ഓട് വണ്ണ് ഇത് ചോദിക്കാൻ ചാൻസ് ഇല്ല. ഇതിലേതാ? പിത്തരസം, ബൈലല്ലേ? കാരണം ഇതിലെന്തില്ലടാ? എൻസൈംസ് ഉള്ളല്ലോ. There is no enzymes present. പിത്തരസാണ് ഇത്. പിത്തരസത്തിൽ എന്തില്ല? എൻസൈമുകളില്ല. എൻസൈമുകളില്ല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. അടുത്ത് ഒരു നോർമൽ ബ്ലഡ് പ്രഷറിൻ്റെ അളവ് എത്രയാണ്? നമ്മളെ സാധാരണ സമ്മർദ്ദത്തിൻ്റെ നിരക്ക് എത്ര ചോദിച്ചിട്ടുണ്ട്? ഒരു മനുഷ്യന് നോർമൽ ബ്ലഡ് പ്രഷർ എത്രടാ? 120/80 mmHg അല്ലേ? ഇത് ചോദിക്കാൻ അതിൽ 120 എന്താ? സിസ്റ്റോളിക് പ്രഷർ, 80 എന്താ? ഡയസ്റ്റോളിക് പ്രഷർ. ഇതൊക്കെ നമ്മൾ പറഞ്ഞല്ലേ? ഇത് കൂടി കഴിഞ്ഞാൽ ഹൈപ്പർ ടെൻഷൻ, കുറഞ്ഞാൽ ഹൈപ്പോടെൻഷൻ. അതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ഇനി ഇത് ഏറ്റവും കൂടുതൽ ചോദിക്കാനും ഇതിൽ പ്രെഡിക്റ്റഡ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ഇന്ന് കൃത്യമേരക്ക് എല്ലാ മക്കളും കൃത്യമേരക്ക് തന്നെ നമ്മൾ ലൈവിൽ വരിക. ആ ലൈവിൽ നമ്മുടെ 100% വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് മൊത്തം നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിൻ്റെ മക്കൾക്ക് 40-40 തന്നെ കിട്ടും. അപ്പോൾ ഓക്കെ മക്കളെ, കൃത്യമേരക്ക് അവിടെ വെച്ച് കാണാം. ഓക്കെ, ബൈ.